സമസ്തയും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണിപ്പോൾ. മദ്രസ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ നേതാക്കൾ പലതവണ സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സമസ്തയുടെ നേതാവ് ഉമർ ഫൈസി മുക്കവും അതേപോലെ തന്നെ OPM അഷ്റഫ് അടക്കമുള്ള സമസ്തയുടെയും SKSSFന്റെയും ഒക്കെ നേതാക്കൾ മന്ത്രി V ശിവൻകുട്ടിയുമായി ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിനുശേഷം വാർത്താ സമ്മേളനം നടത്താനെത്തിയ ഉമർ ഫൈസി മുക്കം ഈ വർഷത്തിൽ നടപ്പ് വർഷത്തിലുള്ള സമയമാറ്റം ഇതുപോലെയുള്ളതുപോലെ സർക്കാർ മാറ്റിയതുപോലെ തുടരുന്നുമെന്നും അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷയുണ്ടെന്നും അടുത്ത വർഷം മാറ്റുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയെന്നും ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി V ശിവൻകുട്ടി സമസ്തക്കെന്നല്ല ആർക്കും അങ്ങനെ ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്നും നിലവിലെ സ്ഥിതി തുടരുമെന്നും അടുത്ത വർഷം ആ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആലോചിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് കാര്യങ്ങൾ അന്വേഷിച്ചു മാത്രം ചെയ്യുമെന്നാണ് ഇപ്പോൾ V ശിവൻകുട്ടി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചർച്ച നടത്തിയ സമസ്ത നേതാക്കൾ പറയുന്നതും ചർച്ചയ്ക്കിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതും രണ്ടു തട്ടിലാകുന്ന സാഹചര്യത്തിൽ വീണ്ടും സമസ്തയുടെ ചില നേതാക്കൾ ലഭിച്ച ഉറപ്പുകൾ പായാകുന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ മൗനവും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസയുമായി ബന്ധപ്പെട്ട് സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുസ്ലിം ഐഡന്റിറ്റി രാഷ്ട്രീയം എന്ന നിലയിൽ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം സമീപകാലത്ത് സമസ്തയിലും മുസ്ലിം ലീഗിലും ഒക്കെ ഉടലെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടി കടന്ന് മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സമസ്ത അധ്യക്ഷൻ അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ നിമിഷത്തിൽ ഈ വിഷയത്തിൽ സമസ്ത ഒറ്റയ്ക്ക് കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് കേവലമായ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം ഒതുക്കിയപ്പോൾ സമസ്തയുടെ നീക്കങ്ങൾ എവിടെയും എത്തുന്നില്ല എന്നത് തന്നെ വേണം നമ്മൾക്ക് കണ്ടറിയാൻ. ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക്, വലിയ രാഷ്ട്രീയ കോളിളങ്ങൾക്ക്, മലബാറിന് വോട്ട് ബാങ്കും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.